ഞാൻ എക്സിൽ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോസ്റ്റ് കാണാനിടയായി. പോസ്റ്റ് കണ്ടപാടെ എന്താണ് എന്നറിയാൻ വേണ്ടി ഗൂഗിളിലേക്ക് പോയി. ഏതെങ്കിലും ഒരു മാധ്യമം അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ഇതൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഒരു മാധ്യമവും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി സംഭവം എന്താണെന്ന് വിശദമായി പറയാം. മധ്യപ്രദേശിലെ ബുണ്ടേൽഖണ്ഡ് മേഖലയിൽ മീഡിയയുടെ വേണ്ടത്ര അറ്റൻഷൻ കിട്ടാത്ത ഒരു പ്രൊട്ടസ്റ്റ് നടന്നു വരുന്നുണ്ട്. കെൻ നദിയുടെ തീരത്ത് വലിയ കോലാഹലങ്ങൾ ഇല്ലാതെ 2 ആഴ്ചയോളമായി സമരം നടന്നു വരികയാണ്. ഏകദേശം 7000 കുടുംബങ്ങളുടെ മേൽ ഉദിച്ചു നിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായിട്ടാണ് ജനങ്ങൾ അവിടെ സമരം തുടരുന്നത്. പക്ഷേ ഈ വാർത്ത പ്രമുഖ മാധ്യമങ്ങളുടെ ഒന്നും തലക്കെട്ടായില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മധ്യപ്രദേശിലെ പന്ന, ചത്താർപൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. ഈ നദിയുടെ തീരത്ത് ഗോണ്ട്, സൗർ പോലുള്ള ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ സമരം ചെയ്തു വരികയാണ്. കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രോജക്റ്റ് എന്നൊരു പദ്ധതി സർക്കാർ നടപ്പാക്കാൻ പോവുകയാണ്. ഇതിനെതിരെയാണ് ഈ ട്രൈബൽ സമൂഹം ഇപ്പോൾ പ്രതിഷേധം നടത്തി വരുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മുതിർന്നവരും കുട്ടികളും അടക്കം അവിടെ സമരം ചെയ്യുകയാണ്. പ്രോജക്റ്റ് എന്താണെന്ന് പറയാം. കെൻ എന്ന നദിയിൽ നിന്ന് ബെത്വ എന്ന നദിയിലേക്ക് വെള്ളം മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ പറയുന്ന അനുസരിച്ച് കെൻ നദിയിൽ വെള്ളം കൂടുതലുണ്ട്, ബെത്വ നദിയിൽ വെള്ളം കുറവാണെന്നും അതുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കെൻ നദിയിൽ ഒരു ഡാം പണിയുകയും വെള്ളം കെട്ടി നിർത്തുകയും ചെയ്യും. അവിടെ നിന്ന് ഒരു കനാലിലൂടെ ബെത്വ നദിയിലേക്ക് വെള്ളം കടത്തിവിടും. അതിലൂടെ ഇറിഗേഷൻ കൂടും, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ മെച്ചപ്പെടും, ഹൈഡ്രോ പവർ പ്രൊഡക്ഷൻ പോലും ഉണ്ടാകുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. കേൾക്കുമ്പോൾ പെർഫെക്റ്റ് ഡെവലപ്മെന്റ് മോഡൽ എന്നൊക്കെ തോന്നുമെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി വ്യത്യസ്തമാണെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. ശേഷം പലർക്കും കോമ്പൻസേഷൻ കിട്ടിയത് ഏകദേശം 5 ലക്ഷം രൂപയാണ്. പക്ഷേ ഒഫീഷ്യൽ മിനിമം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കണക്കുകൾ പ്രകാരം 7.86 ലക്ഷം രൂപയാണ്. കൂടാതെ പല വീടുകളും സ്വത്തുക്കളും സർവേ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മേൽപ്പറഞ്ഞ 7000 കുടുംബങ്ങളിൽ പല വീടുകളിലും അഡൽട്ട് മെമ്പേഴ്സുമുണ്ട്. നിയമപ്രകാരം അവർ ഇൻഡിപെൻഡന്റ് ഫാമിലിയെ കണക്കാക്കപ്പെടേണ്ടവരാണ്. അതായത് അവർക്കും വേറെ കോമ്പൻസേഷൻ പാക്കേജ് കിട്ടണം. പക്ഷേ അതുപോലും പരിഗണിച്ചിട്ടില്ല എന്നാണ് വില്ലേജസ് പറയുന്നത്. ഇതിനിടയിൽ അധികാരികൾ വീട് പൊളിക്കാനുള്ള ഉത്തരവും അടിച്ചിറക്കി കഴിഞ്ഞു. എന്നാൽ ഇവിടെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അത് സാധാരണ ലാൻഡ് അക്വിസിഷൻ പോലെയല്ല. ഗ്രാമസഭയുടെ പ്രത്യേക അനുമതി വേണം, ആളുകളോട് ചോദിക്കാതെ നേരിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല, ഭൂമി ഏറ്റെടുത്താൽ ആളുകൾക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പഠിക്കണം, എത്ര കുടുംബങ്ങളെ അത് ബാധിക്കും, അവരുടെ ജീവിതം എങ്ങനെ മാറ്റപ്പെടും എന്നൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഓരോ വീടും ഭൂമിയും സ്വത്തും കൃത്യമായി മാപ്പ് ചെയ്യണം. ആരെയെല്ലാം ഇത് ബാധിക്കുമെന്നതും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം. മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. പുതിയ താമസ സൗകര്യം ഉറപ്പാക്കണം. എന്നാൽ ഇവിടെ ഈ പറഞ്ഞതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ആദിവാസികളുടെ ഭൂമി എടുത്തപ്പോൾ നിയമപ്രകാരമുള്ള സമ്മതവും സർവേയും കോമ്പൻസേഷനും ശരിയായി നൽകിയില്ല എന്ന ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ചിതയൊരുക്കി അതിനു മുകളിൽ കയറി കിടന്നും കഴുത്തിൽ കുരുക്കിട്ടുമൊക്കെ ആളുകൾ അവിടെ പ്രതിഷേധം തുടരുകയാണ്. പക്ഷെ അതൊന്നും ഒരു മീഡിയയുടെയും കണ്ണിൽ പെട്ടില്ലെന്ന് മാത്രം. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാർ വൻ പരാജയമാണെന്ന് എന്നൊന്നുമല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷേ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ബുദ്ധിമുട്ടാണ്. മനഃപൂർവ്വം ചില മനുഷ്യരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന പല പ്രവർത്തികളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അവസാനിക്കേണ്ടത്.